ഹായ് എവരിവൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് OBC NCL സർട്ടിഫിക്കറ്റ് എന്താണ്, എങ്ങനെ അപ്ലൈ ചെയ്യണം, എവിടെ നിന്ന് കിട്ടും, അക്ഷയയിൽ നിന്ന് വാങ്ങിയാൽ മതിയോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് നമ്മൾ ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ മുന്നേയും OBC NCLൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പലർക്കും അത് കണ്ടതിന് ശേഷവും കൺഫ്യൂഷനാണ്. ഈവൻ ദോ അവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും നിങ്ങളുടെ പാരൻസിൻ്റെ എഡ്യൂക്കേഷൻ അനുസരിച്ച് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് പോയവരാണെങ്കിൽ എന്ത് ചെയ്യും, 2 അഡ്രസ്സ് ഉള്ളവർ എന്ത് ചെയ്യും, റെൻറ്റിന് താമസിക്കുന്നവർ എന്ത് ചെയ്യും എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് ഡൗട്ടുകളാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു ഓക്കെ, ഒരു കാര്യം ചെയ്യാം, OBC NCLൻ്റെ ഈ കണ്ടീഷൻസ് എല്ലാം അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, എങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാം എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാമെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ള് കാണുക. അല്ലാതെ ഈ ഒരു ഹെഡിങ് കണ്ടതിന് ശേഷം നിങ്ങൾ വീഡിയോ കാണാതെ നമ്മുടെ ടെലികോളേഴ്സിനെ വിളിച്ചിട്ട് കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് പോയി അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റൂ. ഇപ്പം ഞാൻ പേഴ്സണലി OBC NCL സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് വാങ്ങിയിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ പറയുന്നത് പോലെ ചിലപ്പോൾ നമ്മുടെ അക്കാഡമിക് കൗൺസിലറിനോ ടെലികോളറിനോ പറഞ്ഞു തരാൻ പറ്റിയെന്ന് വരത്തില്ല. അവർ ചിലപ്പോൾ എക്സാം എഴുതുന്നവരോ ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നവരോ ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ക്ലിയർ ആയിട്ട് കേൾക്കുക. അത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് സംശയം മാറിയിട്ടില്ലെങ്കിൽ മാറിയിട്ടില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്ത് താഴെ കമൻറ്റിൽ ചോദിക്കൂ, അപ്പോൾ നമ്മളതിന് റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം OBC NCL സർട്ടിഫിക്കറ്റ് എന്താണെന്ന് പറയാം. OBC NCL എന്ന് പറയുന്നത് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ആണ്. OBC വിഭാഗത്തിൽ പെടുന്നവർ വാങ്ങുന്ന നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത്, വാർഷിക വരുമാനം എന്ന് പറയുന്നത് 8 ലക്ഷം രൂപയിൽ താഴെ വരണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. നിങ്ങളുടെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് OBC കാറ്റഗറിയിൽ പെട്ട ഒരാൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, NCL സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകൾക്ക് 3 വർഷം വരെ ഏജ് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സെൻട്രൽ ഗവൺമെൻറ്റിൽ എക്സാം, അത് SSC ആയിക്കോട്ടെ അല്ലെങ്കിൽ റെയിൽവേ ആയിക്കോട്ടെ, നിങ്ങൾക്ക് 3 വർഷം ഏജ് റിലാക്സേഷൻ, അതായത് ജനറലി നിങ്ങൾക്ക് 30 വയസ്സ് വരെ എഴുതാൻ പറ്റുന്ന പരീക്ഷയാണെങ്കിൽ നിങ്ങൾക്ക് OBC NCL സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 33 വയസ്സ് വരെ ആ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ കട്ട് ഓഫിലും ചെറിയ ഇളവുകൾ കിട്ടും. വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല, എന്നാലും കട്ട് ഓഫിലും OBCയുടെ കട്ട് ഓഫ്, റാങ്ക് ലിസ്റ്റിലെ കട്ട് ഓഫ് ചെറിയ ഇളവ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയാലോ. 8 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം നിങ്ങളുടെ വരുമാനം. പിന്നെ നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ഗുണം ഏജ് റിലാക്സേഷൻ കിട്ടും, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തും കിട്ടും, കട്ട് ഓഫിൽ ചെറിയ ഇളവും കിട്ടും. ഓക്കെ, ഈ 2 ഗുണങ്ങളാണ് OBC NCL സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി നിങ്ങൾ OBC കാറ്റഗറിയാണ്, നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങാൻ പറ്റത്തില്ല, എനിക്ക് ജനറൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനറൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങൾ ജനറൽ കാറ്റഗറിയാണ്, അൺറിസർവ്ഡ് കാറ്റഗറി ആണെന്ന് കൊടുത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആരും നിങ്ങൾ OBC അല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ ജനറലിൽ വെച്ചു നിങ്ങളോടത്ത് ചോദിക്കത്തില്ല. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ വെക്കണ്ട, നിങ്ങൾക്ക് ജനറൽ വെച്ച് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന ഏജ് റിലാക്സേഷനോ കട്ട് ഓഫിലെ റിലാക്സേഷനോ കിട്ടത്തില്ല. അത് മാത്രമേ ഉള്ളൂ അവിടെ വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി OBC NCL സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നതെന്ന് ഞാൻ പറയാം. നിങ്ങൾ OBC NCL സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ നിർബന്ധമായിട്ട് കരുതേണ്ട ചില ഡോക്യുമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. ആ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് SSLC സർട്ടിഫിക്കറ്റ്. SSLC സർട്ടിഫിക്കറ്റ് ആരുടെയൊക്കെയാണെന്ന് ഞാൻ പറയാം. നിങ്ങളുടേത് വേണം. ഓക്കെ, കാൻഡിഡേറ്റിൻ്റെത് വേണം, കാൻഡിഡേറ്റിൻ്റെ ഫാദറിൻ്റെത് വേണം, കാൻഡിഡേറ്റിൻ്റെ മദറിൻ്റെത് വേണം. 2 പാരൻസിൻ്റെയും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ആളുടെയും SSLC സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. ഇനി സപ്പോസ് നമ്മുടെ പാരൻസ് എല്ലാവരും SSLC കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണമെന്ന് നിർബന്ധമില്ല അല്ലേ. ചില ആൾക്കാർ സ്കൂൾ പകുതി വെച്ച് നിർത്തിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരിപ്പോൾ 7ാം ക്ലാസ്സിൽ വെച്ചോ 8ാം ക്ലാസ്സിൽ വെച്ചോ പഠിത്തം നിർത്തിയവരാണെങ്കിലും അവർ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടാവും. സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരിക്കും. ഈ സാധനമായാലും മതി. ഓക്കെ, സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ് ആയാലും മതി. എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ വേണം. അതായത് 3 പേരുടെയും SSLC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് റേഷൻ കാർഡാണ്. റേഷൻ കാർഡ് വേണം. പിന്നെ എപ്പോഴും ഉള്ളതുപോലെ തന്നെ ആധാർ കാർഡ് വേണം. ആധാർ കാർഡ് വേണം. ഓക്കെ, പിന്നെ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കണം.
ബർത്ത് സർട്ടിഫിക്കറ്റ് ഓക്കെ. അപ്പം 3 പേരുടെ നമ്മുടെയും 2 പാരൻസിൻ്റെയും SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിൻ്റെ കോപ്പി വേണം, ആധാർ കാർഡിൻ്റെ കോപ്പി വേണം, അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യേണ്ടത്, OBC NCL സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വെക്കേണ്ടത് ഓക്കെ. ഇനി നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡിൽ പേരൊന്നും മാറ്റിയിട്ടില്ലെന്ന് വിചാരിച്ചു. അതായത് ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, പക്ഷേ എൻ്റെ റേഷൻ കാർഡ്, എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഒക്കെ ഉള്ള റേഷൻ കാർഡിൽ നിന്ന് എൻ്റെ പേര് ഞാൻ റിമൂവ് ചെയ്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലത്തോട്ട് മാറ്റിയിട്ടില്ല ഓക്കെ. അപ്പോൾ എൻ്റെ പഴയതുപോലെ തന്നെയാണ് എൻ്റെ റേഷൻ കാർഡുള്ളത്, ഹസ്ബൻഡിനും പണ്ടത്തെ അവരുടെ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ റേഷൻ കാർഡ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ റേഷൻ കാർഡ് ഏത് വില്ലേജിലാണോ ഉള്ളത് ആ വില്ലേജിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി കല്യാണം കഴിഞ്ഞു റേഷൻ കാർഡ് വേറൊരു സ്ഥലത്തോട്ട് മാറിയെങ്കിൽ നിങ്ങൾ അവിടുത്തെ കാര്യം നോക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ബേസിക്കലി ഓർക്കേണ്ടത് റേഷൻ കാർഡ് എവിടെയാണോ ആ വില്ലേജിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നോ എന്നുള്ളതാണ് ഓക്കെ. ഇതാണ് ഞാൻ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. ഞാൻ റേഷൻ കാർഡിൽ നിന്ന് പേര് മാറ്റിയ ഒരാളല്ല, പക്ഷേ ഇപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത് എവിടെയാണോ റേഷൻ കാർഡിൽ നിങ്ങൾക്ക് പേരുള്ളത് ആ വില്ലേജിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇത്രയും സാധനങ്ങൾ, ഇനി നിങ്ങൾക്ക് അഥവാ ജോലിയുണ്ട്, നിങ്ങൾ ടാക്സ് അടയ്ക്കുന്ന ആളാണെങ്കിൽ TDS റിട്ടേൺസിൻ്റെ ഫോമും കൂടെ, TDS ടാക്സ് അടയ്ക്കുന്ന ആളാണെങ്കിൽ മാത്രം TDS റിട്ടേൺസിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ കാണുമല്ലോ അതിൻ്റെ ഫോമും കൂടെ വെക്കണം. നിങ്ങൾ ടാക്സ് അടയ്ക്കുന്ന ആളല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യവുമില്ല ഓക്കെ. അപ്പോൾ ടാക്സ് അടയ്ക്കുന്ന ആളാണെങ്കിൽ ഈ TDS റിട്ടേൺസിൻ്റെ ഫോമും കൂടെ നിങ്ങൾ വെക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെക്കേണ്ടത്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇത്രയും ഡോക്യുമെൻറ്റ്സ് കൊണ്ട് ഒരു അക്ഷയ സെൻറ്ററിൽ, വീട്ടിനടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോവുക. അതിനുശേഷം സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനാണ് ഇത് പ്രത്യേകം എടുത്ത് പറയുക ഓക്കെ. സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനാണെന്ന് പ്രത്യേകം എടുത്ത് പറയുക. അപ്പോൾ നിങ്ങൾക്ക് തഹസിൽദാർ ഡിജിറ്റലി സൈൻ ചെയ്ത ഒരു OBC NCL സർട്ടിഫിക്കറ്റ് ഒരാഴ്ചക്കകത്ത് കിട്ടും കേട്ടോ. 3 ദിവസം മുതൽ ഒരാഴ്ചക്കകത്ത് കിട്ടും. അടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ ചെറിയ പ്രൊസീജിയറേ ഉള്ളൂ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇപ്പം ആക്ച്വലി ഈ ഒരു നമുക്ക് ഡിജിറ്റലി സൈൻ ചെയ്ത് കിട്ടുന്ന OBC NCL സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നെ നമുക്ക് എക്സാംസിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് ഇൻവാലിഡ് ആയിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല, അത് നമ്മുടെ ഗവൺമെൻറ് തന്ന സാധനമാണ്, അതിന് വാലിഡിറ്റി ഉണ്ട് ഓക്കെ. ഇനി നിങ്ങൾക്ക് ജോലി കിട്ടിയെന്ന് വിചാരിക്കൂ. നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്ത്, അതായത് ഇപ്പം നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 30 വരെ ആണെങ്കിൽ ആ 30-ാം തീയതിക്ക് മുന്നേ ഉള്ള സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട്. അതായത് OBC NCL സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി 3 വർഷമാണെന്നും പറയാറുണ്ട്, 1 വർഷമാണെന്നും പറയാറുണ്ട്. പക്ഷേ എക്സാംസിന്, സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് നമ്മൾ പോകുമ്പോൾ എപ്പോഴും അവർ ചോദിക്കുന്നത് 1 ഇയർ മുന്നേ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് ഓക്കെ. അപ്പോൾ അതായത് ഈ നവംബർ 30-നാണ് നിങ്ങളുടെ എന്താ പറയുക എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എങ്കിൽ അതിന് കൃത്യം 1 വർഷം മുന്നേ എപ്പോഴെങ്കിലും എടുത്ത OBC NCL സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ. ഇപ്പോൾ നവംബർ കഴിഞ്ഞ് അടുത്ത മാസമായി പോയി, ഡിസംബർ ആയി പോയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, ആ NCL സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാലിഡിറ്റി ഉള്ള ഒരു NCL സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. അതിപ്പോൾ ഇതിന് മുന്നേ ഉള്ള റെയിൽവേ എക്സാംസിനോ അല്ലെങ്കിൽ SSC എക്സാംസിനോ ഒക്കെ വാങ്ങി വെച്ചതാണെങ്കിലും കുഴപ്പമില്ല ഓക്കെ. ഇപ്പോൾ കഴിഞ്ഞ CGLന് നിങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് GDക്കും അത് വെച്ച് തന്നെ അപ്ലൈ ചെയ്താൽ മതി. കാരണം CGLന് വാങ്ങിച്ചത് ഒരു 2-3 മാസം മുന്നേ ആയിരിക്കും, അതിന് ഇപ്പോഴും വാലിഡിറ്റി ഉണ്ട്, അത് വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് OBC NCL സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. ഇനി അടുത്ത ഡൗട്ട് വരുന്നത് ഫോർമാറ്റിൻ്റെ കാര്യമാണ്. ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ GD ആപ്ലിക്കേഷൻ്റെ, അല്ല ഇനി റെയിൽവേക്കാണ് നോക്കുന്നതെങ്കിൽ റെയിൽവേ ആപ്ലിക്കേഷൻ്റെ, അല്ലെങ്കിൽ SSCയുടെ വേറെ ഏതെങ്കിലും എക്സാംസ് ആണെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ്റെ കൂടെ OBC നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് ഒരു ഫോർമാറ്റ് കാണാറുണ്ട് ഓക്കെ. അപ്പോൾ ഈ ഫോർമാറ്റിലുള്ളത് വേണമോ എന്ന് ചോദിച്ചാൽ നിർബന്ധമില്ല. നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിജിറ്റലി ഉള്ള ഒരെണ്ണം വാങ്ങി വെച്ചാലും മതി. പിന്നെ നിങ്ങൾക്ക് ജോലി കിട്ടി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നിങ്ങൾ ഏത് സോണിലാണോ കിട്ടിയത് അതനുസരിച്ച് അവർ ചിലപ്പോൾ ഈ ഫോർമാറ്റിലുള്ളത് ചോദിക്കാം, ചിലപ്പോൾ ചോദിക്കാതെ ഈ ഡിജിറ്റലി ഉള്ള OBC സർട്ടിഫിക്കറ്റ് തന്നെ വാങ്ങി വെക്കാം ഓക്കെ. അപ്പോൾ നിങ്ങൾ ഡിജിറ്റലി ഉള്ള OBC സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാലും നിങ്ങൾക്ക് ജോലി കിട്ടും, ആരും നിങ്ങൾക്ക് ജോലി തരാതിരിക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി നമ്മൾ കേസിന് പോയാൽ പോലും നമ്മൾ തന്നെ ജയിക്കത്തുള്ളൂ ഓക്കെ. ഇനി നിങ്ങൾക്ക്
DVക്ക് പോകുമ്പം നമ്മൾ അറിഞ്ഞുകൂടാ, ചിലപ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യയിലായിരിക്കും കിട്ടുന്നത്, അല്ല ഇപ്പം കർണാടകയിൽ തന്നെ ആണെന്ന് വിചാരിച്ചു നമുക്ക് കന്നഡ അറിഞ്ഞുകൂടാ, ചിലപ്പോൾ അവിടെ സംസാരിക്കാനിരിക്കുന്ന ആൾക്കാർ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് സംസാരിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഭാഷയിൽ നമുക്ക് ഒരാളടുത്ത് സംസാരിക്കാനോ തർക്കിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസിബിൾ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടോ ഉണ്ടാവാനോ നമുക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഫോർമാറ്റ് നോട്ടിഫിക്കേഷനുള്ള ഫോർമാറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ DVക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ വാങ്ങിച്ചു വെച്ച നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ആ സർട്ടിഫിക്കറ്റ് അതായത് ഓൺലൈൻ വഴി അക്ഷയ വഴി വാങ്ങിച്ചു വെച്ച നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റും അതിൻ്റെ കൂടെ രണ്ടാമത് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളുടെ കോപ്പിയും വെക്കണം. അതായത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, അമ്മയുടേത്, അച്ഛൻ്റെത്, റേഷൻ കാർഡിൻ്റെ കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പി, ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ടാക്സ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി, ഇതെല്ലാം കൂടെ ടാക്സ് അടയ്ക്കാത്തവരാണെങ്കിൽ അത് വെക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഒന്നിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് നേരെ ഡയറക്റ്റ് എവിടെ പോവാം, വില്ലേജ് ഓഫീസിൽ പോവാം. അതിൻ്റെ കൂടെ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത സർട്ടിഫിക്കറ്റ് വാങ്ങി കയ്യിൽ വെക്കണം. ഇത് വില്ലേജ് ഓഫീസറെ കാണിച്ച് എനിക്ക് എക്സാമിൻ്റെ DVക്ക് പോകാനാണ്, പറഞ്ഞ പർട്ടിക്കുലർ ഫോർമാറ്റിൽ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ നിങ്ങൾക്ക് ആ ഫോർമാറ്റിൽ ഒരു ഇത് ആക്ച്വലി വില്ലേജ് ഓഫീസിൽ നിന്ന് എഴുതി തരത്തില്ല, വില്ലേജ് ഓഫീസിൽ നിന്ന് അവർ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്തിട്ട് തഹസിൽദാർ ഓഫീസിലേക്ക്, താലൂക്ക് ഓഫീസിലേക്ക് ഇത് ഫോർവേഡ് ചെയ്ത് തരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യുക, തഹസിൽദാറുടെ ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസറെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അദ്ദേഹം ഒപ്പിട്ട് തരും. അവിടെ പ്രത്യേകിച്ച് ഡിലേ ഒന്നും പൊതുവിൽ ഉണ്ടാവാറില്ല. അവർ ഒരു 2-3 മണിക്കൂറിനകത്ത് പ്രൊസീജിയേഴ്സൊക്കെ പറഞ്ഞിട്ട് അവരൊരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ പറയും. ആ ആപ്ലിക്കേഷൻ കൂടെ ഫില്ല് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും, നമുക്ക് ഇത് ഫോർവേഡ് ചെയ്ത് തരും. നമുക്ക് ഇൻ പേഴ്സൺ എന്ത് ചെയ്യാം, ഇത് താലൂക്ക് ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്താൽ അവർ 2-3 ദിവസം കഴിഞ്ഞൊരു ഡേറ്റ് പറയും. ആ ഡേറ്റിന് നമ്മൾ പോകുമ്പോഴേക്കും ഈ OBC സർട്ടിഫിക്കറ്റ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് ക്ലിയർ ആയോ? ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ വേണം. പലർക്കും പ്രശ്നം ഉണ്ടാകുന്നത് ഒന്ന് അച്ഛൻ്റെയും അമ്മയുടെയും SSLC സർട്ടിഫിക്കറ്റ് ഇല്ല എന്നതാണ്. സ്കൂൾ പാസിംഗ് സർട്ടിഫിക്കറ്റ് ആയാലും മതി. ഇനി അതും ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഡയറക്റ്റ് അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് വില്ലേജ് ഓഫീസിൽ നിങ്ങൾ ഡയറക്റ്റ് പോയി ചോദിക്കുക. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും വില്ലേജ് ഓഫീസ് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നേരിട്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഇതുപോലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ് ഇല്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നേരിട്ട് ചോദിക്കുക. അപ്പോൾ അവരതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തരും. ഓക്കെ, ഇനി ഏതെങ്കിലും പാരൻസ് ഈ പറഞ്ഞതുപോലെ തന്നെ സെപ്പറേറ്റഡ് ആണെങ്കിലോ അങ്ങനെയുള്ള കാര്യമാണെങ്കിൽ അതിൻ്റേതൊക്കെ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ വില്ലേജ് ഓഫീസിൽ നിന്ന് പറയും. അതായത് ഇപ്പം നമ്മുടെ പാരൻസ് സെപ്പറേറ്റഡ് ആണെങ്കിൽ ഡിവോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ അത് നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലേ, നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ഡിഫറെൻ്റ് ആണ്, നമുക്ക് പേഴ്സണലി പല ഇഷ്യൂസും ഉണ്ടാകും. അങ്ങനെ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഡോക്യുമെൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡയറക്റ്റ് തൊട്ടടുത്തുള്ള വില്ലേജ് ഓഫീസിൽ പോവാം. അവിടെ പോയിട്ട് വില്ലേജ് ഓഫീസറിനെ കണ്ട് അല്ലെങ്കിൽ അവിടുത്തെ എൻക്വയറിയിൽ നിങ്ങൾ പറയുക, എനിക്ക് ഇന്ന സർട്ടിഫിക്കറ്റ് വേണം, പക്ഷേ ഈ പ്രശ്നം ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്, എനിക്കതിന് പകരം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. അപ്പം അവരതിനൊരു സൊല്യൂഷൻ, ആസ് പെർ റെക്കോർഡ്സ് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ സൊല്യൂഷൻ അവരെന്ത് ചെയ്യും, ആധികാരികമായിട്ട് പറഞ്ഞു തരും. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിയെടുക്കാൻ പറ്റും. വില്ലേജ് ഓഫീസിലാണ് നിങ്ങൾക്ക് പിന്നെയും കുറച്ച്, അതായത് നിങ്ങൾ തെളിവ് കാണിക്കേണ്ടത് വില്ലേജ് ഓഫീസറെയാണ്. അദ്ദേഹം പ്രൂഫ് എടുത്ത് ഫോർവേഡ് ചെയ്ത് തന്നാൽ താലൂക്ക് ഓഫീസിൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവർ 2 ദിവസത്തിനകത്ത് ഫില്ല് ചെയ്ത് തരും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, OBC സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത വില്ലേജ് ഓഫീസിൽ പോയിട്ട് ചോദിക്കുക. ഇനി റെൻറ്റഡ് ഹൗസിൽ താമസിക്കുന്നവരോ പല അഡ്രസ്സൊക്കെ ഉള്ളവരാണെങ്കിലും നിങ്ങൾ മാക്സിമം നോക്കേണ്ടത് നിങ്ങളുടെ റേഷൻ കാർഡ് ഉള്ളത് എവിടെയാണോ ആ വില്ലേജിൽ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഈ NOC സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം റേഷൻ കാർഡിലാണല്ലോ നമ്മൾ അവിടെയാണ് താമസിക്കുന്നുള്ളതിൻ്റെ ഒരു ആധാരം. അപ്പോൾ റേഷൻ കാർഡ് എവിടെയാണോ അവിടെ നിന്ന് നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എവിടെ പോയി ചോദിക്കണം, വില്ലേജ് ഓഫീസിൽ പോയിട്ട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ അക്ഷയ വഴി അപ്ലൈ ചെയ്യുന്ന ഡിജിറ്റലി സൈൻഡ് ആയിട്ടുള്ളത് മാത്രം വാങ്ങി വെച്ചാൽ മതി. അത് കഴിഞ്ഞ് നിങ്ങളെ ജോലിയൊക്കെ കിട്ടുവാണെങ്കിൽ, ഓക്കെ കിട്ടത്തില്ലെന്നല്ല, നമ്മൾ എല്ലാവർക്കും ജോലി കിട്ടില്ല അല്ലേ, ജോലി കിട്ടി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് മാത്രം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിലും തഹസിൽദാരുടെ അടുത്തും നേരിട്ട് പോയി കണ്ട് വാങ്ങിയാൽ മതി. ഇനി അതല്ല, ഈ ഡോക്യുമെൻറ്റ്സിൽ ഏതെങ്കിലും സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് വില്ലേജ് ഓഫീസറെ പോയി കണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക, അവർ സൊല്യൂഷൻ പറഞ്ഞു തരും. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് രണ്ടാമത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ NOC സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
എൻ്റെ നോളജ് അനുസരിച്ച് മാക്സിമം നിങ്ങൾക്ക് കാര്യങ്ങൾ കൺവേ ചെയ്ത് തരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ച് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നോക്കാം. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഡയറക്റ്റ് വില്ലേജ് ഓഫീസിൽ പോയി ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുക. എക്സാം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഡേറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ്. SSCക്കൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിന് മുന്നേ ഉള്ള സർട്ടിഫിക്കറ്റ് ആ ഡേറ്റ് നോക്കും നമുക്ക് വേണം. ഇനി അതല്ല റെയിൽവേ എക്സാംസ് ആണെങ്കിലും ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും വാലിഡായിട്ട് നിൽക്കുന്ന 2 നോട്ടിഫിക്കേഷൻസ് ഇതാണ്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ അപ്ലൈ ചെയ്യുക കേട്ടോ. വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. സോ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ഹാപ്പി ബർത്ത്ഡേ.